ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ചെറുപയറും ഓട്സും വെച്ചിട്ട് വളരെ ഹെൽത്തിയും ടേസ്റ്റിയുമായിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ഇതിന് വേണ്ടിയിട്ട് ഒരു മെഷറിംഗ് കപ്പിൽ 150 ഗ്രാം ചെറുപയറും അതേ മെഷറിംഗ് കപ്പിൽ തന്നെ 150 ഗ്രാം ഓട്സും എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് തലേദിവസം രാത്രി ഒന്ന് കുതിരാനിടണം. ഒരു ഓവർനൈറ്റ് ഇരിക്കുന്നത് നന്നായിട്ട് കുതിർന്ന് കിട്ടണം. അപ്പോഴത്തേക്ക് ചെറുപയറൊക്കെ ഒന്ന് കിളിർത്ത് കിട്ടും. നല്ല ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള ദോശയായത്. ഫൈബറിൻ്റെ അംശമൊക്കെ ചെറുപയറിലും അതുപോലെ തന്നെ ഓട്സിലും ഒക്കെ ധാരാളമുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഹായ് ഓൾ, അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക്. എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ആദ്യമായിട്ട് ചാനൽ കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. ഇനി ഞാൻ അടച്ചു വെച്ചിട്ടുണ്ട്. രാവിലെ ആയപ്പോൾ തുറക്കുന്നുണ്ട്. അപ്പം ഓട്സ് നന്നായിട്ട് കുതിർന്ന ആ വെള്ളമൊക്കെ നന്നായി അബ്സോർബ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പം ഇതുപോലെ തന്നെ ചെറുപയർ കണ്ട ചെറിയ മുളയൊക്കെ വന്നിട്ടുണ്ട്. ചെറുപയർ കിളിപ്പിച്ചെടുക്കണമെങ്കിൽ ഈസിയാണ് കേട്ടോ. രാത്രി ഒന്ന് കുതിരാനിട്ടാൽ മതി. രാവിലെ ആകുമ്പോഴത്തേക്ക് അത് നല്ല മുളച്ച് കിട്ടുവേ. ഇനി ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് ഒന്നിച്ചിട്ടാൽ മതി. ചെറുപയറും ഓട്സും പിന്നെ നമ്മളത് ഈ ചേർക്കുന്നതെന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ സാധനങ്ങളേ ഉള്ളേ. എല്ലാം നമ്മുടെ വീട്ടിൽ കിട്ടുന്ന സാധനങ്ങളാണ്. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ എരിക്ക് വേണ്ടിയിട്ട് ഞാൻ ചേർക്കുന്നത് കാന്താരി മുളകാണ്. കാന്താരി മുളകിൽ 2 പച്ചമുളക് ഇട്ടേച്ചാൽ മതി. എരിവ് വേണമെങ്കിൽ മാത്രമേ. ഇനി 2 സ്പൂൺ അരിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതും കൂടി ചേർത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം ഇതിൽ തന്നെ വെള്ളമുണ്ട് കേട്ടോ. വെള്ളം വേറെ ചേർത്ത് കൊടുക്കണ്ട. വെള്ളം പോരാ എങ്കിൽ മാത്രമേ ചേർത്ത് കൊടുക്കാവുള്ളൂ. പിന്നെ അത്യാവശ്യമുള്ളവർക്ക് കുറച്ച് പാലും ചേർത്ത് കൊടുക്കാവേ. ഇനി ഇതൊന്ന് അരച്ചിട്ട് വരാം. നല്ല ഫൈനായിട്ട് തന്നെ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഒരു ബൗളിലേക്ക് മാറ്റാം കേട്ടോ. ഇനി നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള ദോശയല്ലേ ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് കുറച്ച് ചേരുവകൾ ചേർക്കുന്നുണ്ട്. ഞാൻ 3 ടൈപ്പിലുള്ള ദോശയാണ് ഇവിടെ ഉണ്ടാക്കുന്നത് കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ചെറിയ ജീരകമാണ്. അതൊരു സ്പൂൺ ചേർക്കുന്നുണ്ട് കേട്ടോ. ഇത് അരയ്ക്കുമ്പോൾ ചേർക്കരുത്. ഇതൊന്ന് കടിച്ചാൽ നല്ലൊരു ടേസ്റ്റ് ആകട്ടെ ഈ ഓട്സിൻ്റെ കൂടെ. പിന്നെ ഞാൻ വൈറ്റ് എള്ളും ചേർക്കുന്നുണ്ട്. വൈറ്റ് എള്ളും ജീരകവും ഒക്കെ ഓപ്ഷനല്ല. ടേസ്റ്റ് ഇഷ്ടമുള്ളവർ ഇട്ടാൽ മതി. പിന്നെ കുറച്ച് കറിവേപ്പില, പിന്നെ മല്ലിയില എടുത്തിട്ടുണ്ട് കേട്ടോ. മല്ലിയിലയുടെയൊക്കെ ടേസ്റ്റ് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്തച്ചാൽ മതി. ഇനി ഇതെല്ലാം കൂടി മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഒരു പാൻ ചൂടാകുമ്പോൾ നമുക്ക് ദോശ ഇട്ടെടുക്കാം. ഈ സമയത്ത് ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് കുറച്ച് നെയ്യും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ദോശ പരത്തുമ്പോൾ തട്ടുദോശ പോലെയല്ല, പ്ലെയിൻ ദോശയുടെ ഷേപ്പിൽ തന്നെ പരത്തിയെടുക്കണം. എന്നിട്ട് ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കുന്ന ദോശയ്ക്കകത്ത് കുറച്ച് വെജിറ്റബിൾസും മുരിങ്ങയിലയൊക്കെ ചേർക്കുന്നുണ്ട്. ഇനി ഓരോ തവി വീതം മാവ് കോരി ഒഴിച്ച് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കണം. നല്ല പേപ്പർ ദോശയുടെ കനത്തിൽ തന്നെ പരത്തിയെടുക്കണം കേട്ടോ. ഇനി ഒരു സ്പൂൺ നെയ്യ് ഇതിൻ്റെ മണ്ടയിൽ ചേർത്താൽ നല്ല ക്രിസ്പിയായി കിട്ടും. ഇനി അതിലേക്ക് നമ്മൾ ചേർക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അരിഞ്ഞ് വെച്ചിരിക്കുന്ന കുറച്ച് വെജിറ്റബിൾസ്. ഞാൻ ക്യാരറ്റ് ഒരെണ്ണം ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മുരിങ്ങയിലയൊക്കെ നല്ല ഹെൽത്തി അല്ലേ. കുറച്ച് മുരിങ്ങയില അതിൻ്റെ മണ്ടയിലേക്ക് ഇട്ട് കൊടുക്കണം. പിന്നെ നമ്മുടെ കയ്യിലുള്ള ഏത് പച്ചക്കറി വേണേലും അരിഞ്ഞത്. കുറച്ച് കുരുമുളക് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് സവോളയും. ഇതെല്ലാം കൂടി ചേർത്തതിന് ശേഷം നമ്മൾ മറിച്ചിടുന്നില്ല കേട്ടോ. ഇങ്ങനെ തന്നെ വെച്ച് അടച്ചെടുക്കുക. അപ്പോൾ ആദ്യത്തെ നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള ദോശ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മുടെ അടുത്ത ടൈപ്പിലുള്ള ദോശ ഉണ്ടാക്കാം. ഞാൻ 3 തരത്തിലുള്ള ദോശയല്ലേ ഉണ്ടാക്കുന്നത്. ഇനി ഇതും അതുപോലെ തന്നെ പരത്തി എടുത്തിട്ടുണ്ട്. ആ പരത്തി എടുത്തതിനകത്ത് ഞാൻ കുറച്ച് നെയ്യ് ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇത് തികച്ച് ഓപ്ഷനല്ല, വേണമെങ്കിൽ ചേർത്തേച്ചാൽ മതി. നമ്മൾ എണ്ണ ഒട്ടുമില്ലാതാണ് ഇത് ഉണ്ടാക്കുന്നത് കേട്ടോ. രണ്ടാമത് ഞാൻ ഈ ഉണ്ടാക്കിയെടുക്കുന്ന പ്ലെയിൻ ദോശയാണ്. അതും മാറ്റി വയ്ക്കാം. ഇനി 3ാമത്തെ ടൈപ്പ് ദോശയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് കുറച്ചേറെ മാവ് ഒഴിക്കുന്നുണ്ട്. ഇച്ചിരി വലുതാവണം കേട്ടോ. ഒരു ഊത്തപ്പത്തിൻ്റെ സ്റ്റൈലുള്ള ദോശയാണ് ഇത്. ഇനി അതിലേക്ക് ക്യാരറ്റ്, തക്കാളി, സവോള, ഒറിഗാനോ എല്ലാ സാധനവും ചേർത്ത് കൊടുക്കണം. പിന്നെ എക്സ്ട്രാ നമ്മൾ കുറച്ച് മല്ലിയില, പിന്നെ സവോള കൊത്തിയരിഞ്ഞത്, പിന്നെ സ്പെഷ്യലായിട്ട് ചേർക്കുന്ന ഒരു മുട്ട ഉടച്ച് ചേർക്കുന്നുണ്ട്. 1 2 വേണമെങ്കിൽ ഉടച്ച് ചേർക്കാം കേട്ടോ. ഈ മുട്ടയും ഉടച്ച് ചേർത്ത് കഴിഞ്ഞാൽ ഊത്തപ്പത്തിൻ്റെ സ്റ്റൈലിലുണ്ടല്ലോ, നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അതിന് മുമ്പായിട്ട് തന്നെ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് വേണം ഇത് നല്ലോണം അങ്ങ് ഇളക്കാൻ. ഈ സമയത്ത് വേണമെങ്കിൽ ഇതിൻ്റെ പുറത്തേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇത് നല്ല ഒന്ന് പരത്തിയെടുക്കാവേ. നമ്മുടെയൊക്കെ വീട്ടിലുള്ള സാധനമല്ലേ ഓട്സും ചെറുപയറും. അപ്പം നമ്മൾ ഭക്ഷണമൊക്കെ കഴിക്കുമ്പോഴത്തേക്ക് ഒരു നേരമെങ്കിലും അതിൻ്റെ കൂടെ ഉൾപ്പെടുത്തിയാണല്ലോ നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള വൈറ്റമിൻസ് എല്ലാം ലഭിക്കുവേ. അതുപോലെ തന്നെ ചെറുപയർ മുളപ്പിച്ച് കൊച്ചു പിള്ളേർക്കൊക്കെ കൊടുത്താൽ ഉണ്ടല്ലോ അവർക്ക് നല്ല കാൽസ്യം ഉണ്ട്. അതുപോലെ ഫോളിക് ആസിഡിൻ്റെ അംശമൊക്കെ കുറവുള്ളവർക്ക് അതൊക്കെ ബാലൻസ് ചെയ്യുവേ.
ഞാനിപ്പോൾ 3 ദോശയും ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. നല്ല ഹെൽത്തി ആയിട്ടുള്ള ദോശയാണ് 3ഉം. ഒന്നൊരു പ്ലെയിൻ ദോശ, അതിനകത്തും കുറച്ച് ഇലകളൊക്കെ ഉണ്ട് കേട്ടോ, ആദ്യം ഞാൻ ഇട്ട് കൊടുക്കുന്ന കണ്ടില്ലേ. പിന്നെ മുട്ട വെച്ചിട്ട് ഒരു ഊത്തപ്പ സ്റ്റൈലിലുള്ള ദോശ. ഇത് ചൂടോടെ വെറുതെ കഴിക്കാം കേട്ടോ, കറിയൊന്നും വേണ്ട. ഞാൻ ഇതിൻ്റെ കൂടെ ഒരു മുളക് ചട്നി ഉണ്ടാക്കിയിട്ടുണ്ട്, പക്ഷേ അത് നേരത്തെ റെസിപ്പി ഇട്ടുകൊണ്ട് ഞാൻ നിങ്ങളെ കാണിക്കുന്നില്ല. അത് കൂട്ടി കഴിക്കാൻ നല്ലതാണ്. പിന്നെ ഒരു പ്ലെയിൻ ദോശ, പിന്നെ കുറച്ച് വെജിറ്റബിൾസൊക്കെ വെച്ച ദോശ. പിന്നെ വെറൈറ്റി ദോശകൾ ഏത് വേണേലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയണേ. നമുക്ക് അരിയൊന്നും ഇല്ലാതെ തന്നെ വേഗത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന റെസിപ്പിയായത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒന്ന് ട്രൈ ചെയ്തിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയണം കേട്ടോ. ഇനി ഇതിലും വെറൈറ്റിയായ വേറൊരു വീഡിയോയുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. എല്ലാവരും എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഒന്നുകൂടി പറയുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.